ഞാൻ ഇങ്ങനത്തെ അത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് പോലും എൻ്റെ ലൈഫിൽ. ഇതുപോലെ മേഡം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, ഒരു ഭയങ്കര ഒരുപാട് ക്രൗഡാണല്ലോ ഇവിടെ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സാധിച്ചു. താങ്ക് യു പ്രതീക്ഷ. ഇത്രയും പ്രതീക്ഷയുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നാളെ ഞങ്ങളുടെ ഈ സിനിമ റിലീസാണ്. ജന്മം 1947, പ്രണയം തുടരുന്നു. ഒരു വലിയ കൂട്ടായ്മയുടെ സിനിമയാണ്. ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ ചെയ്തതാണ്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമ്മളോട് ഈ സിനിമയുടെ കഥയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തവരാണ്. ആരും ഈ സിനിമ ഒരു വലിയ ബെനിഫിറ്റ് നോക്കി ചെയ്തവരല്ല. ആ സിനിമ എന്തോ ഞാൻ കഥ ദീപക്കിനടുത്താണെങ്കിലും മേഡത്തിനടുത്താണെങ്കിലും ജയരാജനടുത്താണെങ്കിലും ചേട്ടനാണെങ്കിലും നന്ദനാണെങ്കിലും എല്ലായിടത്തും കഥ ഡിസ്കസ് ചെയ്തു. ആ കഥ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടായ്മയുടെ എഫർട്ട് ആ സിനിമയിൽ കൃത്യമായി കാണാനുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് സിനിമയൊന്നും അല്ല. ഇത് കൃത്യമായിട്ടൊരു ഫാമിലിക്ക് എൻ്റർടൈൻഡ് ആവുന്ന, കൃത്യമായ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്ന ഒരു സിനിമയാണ് പ്രണയം തുടരുന്നു എന്ന ചിത്രം. അതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ പൂർത്തിയാവുന്ന സമയത്ത് ഒരു ഏകദേശം സിനിമയിൽ പ്രസിദ്ധമായിട്ടുള്ള പല ആളുകളടുത്തും ചില ആൾക്കാർക്കും കഥ പിച്ച് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഞങ്ങളിത് തുടങ്ങിയതായിട്ട്. പക്ഷെ പിന്നീട് അതൊക്കെ വലുതായി വന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഇതൊരു ജെന്യുവിൻ കാസ്റ്റിങ്ങിലേക്ക് ഈ സിനിമ വരണം. കാരണം ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ അത് ഇഷ്ടമാവുന്നത് അതിൻ്റെ കഥ പശ്ചാത്തലം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ആക്ടർ അങ്ങനെ ഒരാളിലേക്ക് ചിന്തിച്ചു. അവിടെ നിന്നാണ് ഞങ്ങൾ ജയരാജൻ ചേട്ടനിലേക്ക് എത്തുന്നത്. പിന്നീട് നമുക്കൊരു ഇതിനകത്തൊരു നായികയെ വേണം. അപ്പം ഈ ഒരു പ്രായത്തിലുള്ള അങ്ങനത്തെ ഒരു മാനറിസം ക്യാരക്ടേഴ്സ് ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അങ്ങനെ ജയരാജൻ ചേട്ടൻ വരികയും പിന്നീട് ലീല മാമിൻ്റെ അടുത്ത് കഥ പിച്ച് ചെയ്യുന്നു. അതായത് കഥ ഞാൻ രാവിലെ അയച്ചു കൊടുക്കുന്നു. മേഡം രാവിലെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു, വൈകിട്ടായപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഐ എം ഇൻട്രസ്റ്റഡ്, ഐ എം ഹാപ്പി ടു ഡു ദിസ് ഫിലിം വിത്ത് യു. അങ്ങനെ ഇവിടെ എന്താണ് എന്ന് പോലും അറിയാതെയാണ് മാം ഇങ്ങോട്ട് വരുന്നത്. ഞാനതിന് മുന്നേ മാമിനെ കണ്ടിട്ടുള്ള മണിസാറിൻ്റെ ഫിലിമിലും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ചിത്രങ്ങളാണ് ഞാൻ മാഡത്തിന്. ഞങ്ങൾക്ക് തന്നെ സംശയമായിരുന്നു ലീല മാം ഈ സിനിമയിലേക്ക് വരുമോ, ഞങ്ങൾക്ക് മാഡത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ. കാരണം അങ്ങനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സന്നാഹമോ ഒരു ബാക്കപ്പോ ഒരു പശ്ചാത്തലമോ ഒന്നും ഞങ്ങളുടെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഥയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നാളെ സിനിമ ഞങ്ങൾ റിലീസിന് പോവുകയാണ്. വളരെ കുറച്ച് സ്റ്റേഷൻസ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഈ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം. കാരണം ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ഫെസ്റ്റിവലുകളിൽ സിനിമ നമ്മൾ കൊണ്ടുപോയി ചർച്ച ചെയ്തു. അവിടെ നിന്നൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലൊക്കെ ഫെസ്റ്റിവലിൽ പോകുന്നു. അവിടെ ഞാൻ ചെല്ലുന്ന സിനിമ കഴിയുന്ന സമയത്താണ്. അവിടുന്ന് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് സംസാരിക്കുന്നു. അവർക്ക് എന്നെ ഒരുപാട് നാളായിട്ട് പരിചയമുള്ള പോലെ അവർ സംസാരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അത് എന്നോടുള്ള പരിചയമല്ല, ആ സിനിമ അവരെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ആ സിനിമ അവരെ അത്രയും ഇഷ്ടപ്പെടുത്തി, ആ സിനിമയോടുള്ള ഇഷ്ടമാണ് അവർ എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നുന്നു. ഇത് എൻ്റെ സക്സസ് അല്ല, അത് ആ സിനിമയുടെ സക്സസ് ആണ്. കണ്ടിട്ട് ഹാപ്പിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരും തന്നെ പ്രണയം തുടരുന്നു എന്ന സിനിമയോട് കാണിക്കുന്ന സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദേട്ടനാണെങ്കിലും ഞാൻ ഒരുപാട് വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തേരാപ്പാര തെക്കുവടക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. ഒരു കഥ ഉണ്ടായി, ആ കഥയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി. ഓക്കെ, നമുക്കൊരു പ്രൊഡ്യൂസർ ആവുന്നില്ല, ഒരു ആക്ടറെ പിച്ച് ചെയ്യാൻ പറ്റില്ല, ഒന്നും നടപടിയാവാതെ വന്നപ്പോഴാണ് ഓക്കെ സ്വന്തമായിട്ട് എന്നാൽ പിന്നെ ഈ സിനിമ ചെയ്തേക്കാം. ഇതിന് മുന്നേ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാതാവും എഴുത്തുകാരനുമായിരുന്നു ഞാൻ. അത് കോരുമിഠായി എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് 2017 മികച്ച കുട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരു ഏജ്, അത് കുട്ടികളുടെ സിനിമയായിരുന്നു. നെക്സ്റ്റ് സിനിമ ഏജ് കാറ്റഗറിയിലായിട്ടുള്ളൊരു സിനിമ. അപ്പം ഒരു പ്രണയ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് സിനിമയിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ഒരു വാർദ്ധക്യത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ അതിന് കുറച്ചും കൂടെ പുതുമയുണ്ടാവും. ആളുകൾക്ക് പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റും. ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ കൺഫേം ആയിട്ട് എനിക്കുറപ്പുണ്ട്
ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ഒരു പ്രേക്ഷകൻ പറയാൻ പോകുന്നത് പ്രണയം തുടരുന്നു എന്ന സിനിമ എനിക്കൊരു അനുഭവമായിരുന്നു എന്ന് തന്നെയാണ്. ഇതിൻ്റെ അഭിനയിച്ച കുറച്ച് കാര്യങ്ങളും അതിനകത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജയരാജേട്ടനെ ഒന്ന് മൈക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എത്തിപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുത്തുകൈ. എന്താ സംസാരിക്കണമെന്നുള്ള ഒരു കാര്യം കിട്ടിയിട്ടില്ല. സിനിമയിലേക്ക് എങ്ങനെ വന്നു? ഈ സിനിമ അഭിനയിച്ചതിൻ്റെ ആദ്യ നായക വേഷമല്ലേ? ആദ്യത്തെ 70-ാം വയസ്സിൽ അല്ലെങ്കിൽ 40 വർഷം സിനിമയിലുണ്ടായിട്ടുള്ള ആദ്യ നായക വേഷമല്ലേ? അപ്പം അതേ പറ്റിയിട്ട് അതിൻ്റെ ഒരു അനുഭവം ആൾക്കടുത്ത് അഭിജിത്ത് പറയുന്നത് ശരിയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമയിലെ നായക വേഷമാണ്. അത്രയും കാലം ഞാൻ സിനിമയിൽ വളരെ കാലം ഉണ്ടായിരുന്നെങ്കിലും വളരെ വളരെ ചെറിയ ചെറിയ വേഷങ്ങളും കുറച്ചുകൂടെ ഡയലോഗുകളുമായിട്ട് മലയാള സിനിമയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. എൻ്റെ പ്രധാന അഭിനയ വേദി നാടകവേദിയാണ്. ആദ്യമായിട്ടാണ് നായിക വേഷം ചെയ്യുന്നത്. അത് എത്തിപ്പെടുന്നത് ഹെലൻ എന്ന് പറയുന്ന ഒരു പടത്തിൽ നിന്നാണ്. എന്നെ അഭിജിത്ത് കണ്ടെത്തുകയും എന്നോട് കാര്യങ്ങൾ പറയുകയും വളരെ ചെറിയൊരു സബ്ജക്റ്റാണ്, വളരെ ചെറിയൊരു സാമ്പത്തിക കൊണ്ട് നടത്തുന്ന ഒരു സിനിമയാണ്. പിന്നെ സഹകരിക്കണം, സ്ക്രിപ്റ്റുകൾ കൂടെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ ക്യാമറമാൻ സന്തോഷ് ഭായി നമ്മളെ കോഴിക്കോട് വരികയും അതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുകയും അങ്ങനെയാണ് ഒരു ദിവസം എത്തുന്നു എന്ന് പറയുന്നു. ലൊക്കേഷനിൽ എത്തുന്നു. പരിമിതമായ വളരെ വളരെ പരിമിതമായ രീതിയിൽ തന്നെയായിരുന്നു. അന്നാണെങ്കിൽ കോവിഡിൻ്റെ ഒക്കെ ഏതാണ്ടൊരു കാലഘട്ടം. അങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി 1-2 വീടുകളിലൊക്കെയാണ് താമസിച്ച് പഠിച്ചത്. അങ്ങനെയാണ് ആ ഷൂട്ടിങ്ങൊക്കെ മുന്നോട്ട് പോയത്. ഞാനിങ്ങനെ ചുമ്മാ പറയുന്ന നേരം കൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ഒരു സംഭാഷണം വെക്കാമെന്ന് തോന്നുന്നു. ജയരാജനോട് ഒരു കാര്യം ജയരാജേട്ടന് ഒരു കാര്യം കൂടെ ഉണ്ട്. ജയരാജന് ഒരുപാട് കാലം മുമ്പ് ഒരിക്കലും കാര്യം എടുത്ത് പറഞ്ഞിരുന്നു. ഇത്രയും നാളും ജയരാജന് ചായപ്പീടിക എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നാളെ ജയരാജന്റെ ചായപ്പീടിക എന്നുള്ള പേര് മാറുവാണ്. സന്തോഷമുണ്ടോ അതിനകത്ത്? പിന്നെ ഇതിലൊക്കെ വളരെ സന്തോഷമുള്ള ചായപ്പീടിക എന്ന് ജയരാജനെ വിളിച്ചുകൊണ്ടിരുന്ന കഥ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് പറയാം. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരൻ്റെ വേഷം ചെയ്ത ആണ് നമ്മുടെ ജയരാജൻ. അപ്പം അന്ന് തൊട്ട് ജയരാജന്റെ സുഹൃത്തുക്കളെല്ലാം ജയരാജന്റെ ചായപ്പീടിക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അതെൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ ചായപ്പീടിയുടെ ഒന്നല്ല ചായപ്പീടിയുടെ അകത്ത് ഇരിക്കുന്ന ആൾ, എല്ലാം ചായ പാരുന്ന ആൾ, എങ്ങനെയാണ് ചായക്കടയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം 2-3 സിനിമ ചെയ്യാൻ പോകുന്നതും ഇതേമാതിരി ചായക്കടയും ഇതിനോടൊക്കെ ബന്ധപ്പെട്ടതാണ്. പക്ഷെ കുറച്ചും കൂടി നല്ല വേഷങ്ങളാണെന്നുള്ളത്. പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ ഉണ്ടായത്. നമുക്ക് സൗഹൃദമായിട്ട് സംസാരിക്കുക, അതാണ് കൂടുതൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് Namaskaram. First of all, the script that attracted me the most. It's a beautiful story. It's a sincere, loving story. Secondly, on the sets, the sincerity which every single actor brought to the set, that is very special. Everybody was there not for I don't think for the commercial success of their careers or the commercial success of the film. They came because the story was good and because everybody wanted to do that character sincerely. So and then of course the music and the photography by Santosh Chandra, just unbelievable. So all these factors make you want to be part of that unit and want you to do that film. Also the story is special because at our age getting the role of a Naika is not normal, but it was enjoyable, it was daring, it is a good social comment on elderly people being put into old age homes and the freedom you want from that home also. Even in that home, though there were many friends, my character wanted the freedom to make her own choices. I like that. Thank you. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് സംസാരിച്ചത് ബാക്കി എല്ലാം ഓവർ ദ ഫോണാണ് മാമിൻ്റെ അടുത്ത്.
അപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു 3-4-5 അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി വരുന്നു. ഞാൻ രാവിലെ ഒരു 6:30 തൊട്ട് വൈകിട്ട് 9 മണി വരെ ഞാൻ ആക്ച്വലി ലീല മാമിനെയാണ് ഞാൻ ഫുൾ ടൈം മോണിറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 10-25 ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും ഞാൻ അങ്ങനെ കാണില്ല. ഇങ്ങനെ ഇത് തന്നെ സിനിമ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 10-15 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പയ്യപ്പയെ എനിക്ക് മേഡത്തിനോട് ക്രഷ് അയച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് വഴക്കിട്ടിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാൻ മേമിൻ്റെ അടുത്ത് സംസാരിക്കാറില്ല. കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ മാമിൻ്റെ അടുത്ത് വഴക്കിടാൻ തുടങ്ങി. എൻ്റെ അടുത്ത് മിണ്ടില്ലല്ലോ, നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുക, എന്നോട് മാത്രം സംസാരിക്കില്ല. അതുകൊണ്ട് മാം എൻ്റെ അടുത്ത് വഴക്കൊക്കെ ഇട്ടായിരുന്നു. ഇപ്പം പക്ഷേ ആക്ച്വലി വഴക്കൊന്നുമില്ല. എനിക്ക് ഉറപ്പുണ്ട് ചെന്നൈയിലെ ഫെസ്റ്റിവല് കഴിഞ്ഞ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു ചെന്നൈയിലെ ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ മാം കാണുന്നു, അവിടെ മാം ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാം കഴിയുമ്പോൾ മാം എന്നെ തിരിച്ച് വിളിച്ചു. ഫസ്റ്റ് കോൾ മാമിൻ്റെയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കോളാണത്. കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് പോകുന്നത് മാം തന്നെയാണ്. ആൻഡ് ഈ ക്രഷിൻ്റെ ഞാൻ ഓൾറെഡി മാമിനോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളിത് ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാമിൻ്റെ അടുത്ത് പറയും, മാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി തോന്നിക്കൊണ്ടിരുന്നത് ഇതൊരു ചെറുപ്പക്കാരുടെ സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20-22 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിൽ ലീല സാംസൺ എന്ന് പറയുന്ന ഒരാള്, ആ ആളുടെ ഏജിൽ എനിക്ക് ആ ആളെ ഒന്ന് പരിചയപ്പെടും, മീൻസ് കൂടെ ചുമ്മാ ഒന്ന് ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മാമിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ഞങ്ങൾ ഇപ്പം മാം 72-73 ഇയേഴ്സ് മാമിന് ഏജ് ഉണ്ട്. പക്ഷേ ലീല മാമിൻ്റെ ഒരു ക്യാരക്ടറും മാമിൻ്റെ സംസാരം അതിൻ്റെ റാപ്പോ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ 10-25 വയസ്സുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ജയരാജൻ ചേട്ടൻ്റെ ലീല മാമിനെ വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ പ്രണയം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കോൺവെർസേഷൻസ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് തന്നെ ഒരു കല്യാണം കഴിക്കണം. ലീല മാമും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതിനകത്തൊരു ഭയങ്കര ഒരു വലിയൊരു സംഭവം ഉണ്ട് ആക്ച്വലി ഇതിനകത്ത്. മാം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. മാം ഇപ്പൊ 73 വയസ്സായി. ഈവൻ ഈ ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോൾ ചില ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാവും ലീല മാം ഈ ഏജ് കല്യാണം കഴിച്ചോ. ഇത് പോസ്റ്ററാണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മാമിന്റെ ലൈഫിലാണെങ്കിൽ പോലും ഇങ്ങനെയൊരു വേഷം ഇട്ട് ഒരു മാലയിട്ട് ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ലീല മാമിന് നിൽക്കാൻ പോലും ഇനി അല്ലേ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ മാം ആക്ച്വലി സിനിമ കമ്മിറ്റ് ചെയ്തതെന്ന് വരെ പിൽക്കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്. എൻ്റെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമയിൽ കഥ പറഞ്ഞു, ഒരു പരിചയം ഇല്ലാതെ ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ വന്ന 3 പേര് ഇവിടെ ഉണ്ട്. ദീപക്, നന്ദൻ ബ്രോ, നോബിച്ചേട്ടൻ. ഞാൻ ഇവർക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ മൈക്ക് കൈമാറാണ്. ദീപക്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഫോൺ കൊണ്ടാണ് ഞാൻ കഥ കേൾക്കുന്നത്. ഇവർ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ വലിയ പൈസ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കഥ എന്താണ് കേൾക്കേണ്ട പരിപാടി, കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിൽ കൂടെ നമ്മളൊരു 1.5 മണിക്കൂറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ കഥ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജയരാജേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജയരാജേട്ടൻ കുറേ വർഷങ്ങളായിട്ട് സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും എനിക്ക് തോന്നുന്നത് ഹെലനിലാണ് ജയരാജേട്ടനെ കുറച്ചുകൂടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത സിനിമ. അതിന് മുന്നേ ഒരുപാട് സിനിമകൾ നമ്മൾ പറയുന്ന പോലെ ചായക്കടയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള പരിചയമാണ്. ഇപ്പം ഹെലന്റെ മുന്നേയും ജയരാജൻ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, അതിനുശേഷവും കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടാവും ജയരാജൻ. പക്ഷേ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നായകനായിട്ട് അഭിനയിച്ചു ജയരാജൻ. അപ്പോൾ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജയരാജൻ്റെ നായകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് നെല്ലിക്കോട്ട് പരിചയമുണ്ട് ജയരാജനെ, പിന്നെ അടിപൊളി മനുഷ്യനാണ്. അപ്പം പിന്നെ ഞാൻ കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ്. ഇപ്പം ഞാൻ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി. ജയരാജനും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും ഒരുമിച്ചാണ് ഷെയർ ചെയ്തത്. ഏത് ഫെസ്റ്റിവലിൽ? ജാഗ്രൻ ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പം സിനിമയും ഭയങ്കര എല്ലാവരും ഈ പറയുന്ന കുറേ ഫെസ്റ്റിവലിൽ പോയി ആക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഫെസ്റ്റിവൽ സിനിമയല്ല,
കാരണം ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ അടുത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഉറപ്പായിട്ട് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. ഞാനും സിനിമ കാണാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും സന്തോഷമുണ്ട് ജയറായിട്ട് ഇനിയും ഇതേപോലെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. എനിക്കും എല്ലാവർക്കും നല്ല സിനിമകൾ. കാരണം അഭിയത്തിൻ്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്, നല്ല രസമുള്ള കഥ. നമ്മൾ കുറച്ച് കഥകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിയത്തിൻ്റെ വേറൊരു സിനിമ ഇപ്പം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അഭിയത്തിൻ്റെ അടുത്തുള്ള സിനിമകളിലും എനിക്ക് ഭാഗമാകാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം താങ്ക് യു. നന്ദനുണ്ണി ഒരു ചെറിയ സിനിമ, ആ ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിക്കുന്ന വലിയ ഒരു മാധ്യമക്കൂട്ടം, ഒരുപാട് സന്തോഷം. കാര്യം നിങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത്. കാര്യം ഒരു കുഞ്ഞു സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ സ്വപ്നമാണ് ഈ സിനിമ. കാര്യം ഈ സിനിമയുടെ കഥ അഭിജിത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് അതിൽ തന്നത്. ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം ഈ സിനിമയിൽ എനിക്ക് 16 ദിവസമോ 13 ദിവസമോ ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ 20 ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ 3 പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു, കോവിഡും ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ മാർക്ക് ചെയ്തേക്കും. കാര്യം ആ വീട്ടിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, അങ്ങോട്ട് പോകില്ല. തലേദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെ കുറച്ച്, പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം. അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ചേർന്ന് ഉണ്ടായിക്കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ, കാര്യം വേറെ ഒന്നുമില്ല, കോവിഡും ഇതൊക്കെയാണ്. നല്ല ഭക്ഷണം കഴിച്ചു. പിന്നെ ടെൻഷനില്ലാത്തൊരു ലൊക്കേഷൻ, പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷനില്ല. കാര്യം അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, അഭിനയിക്കുന്നത്. അതുകൊണ്ട് ടെൻഷനില്ലാതെ അഭിനയിച്ചു. അപ്പോൾ അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യം. അപ്പം ജയരാജേട്ടൻ, ലീല മേഡം, ഒത്തിരി പേര്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ പോലും എന്ത് പറയുന്നത്, കുറേ കൂട്ടുകാർ, അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ നോക്കിയതും പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാം കൂട്ടുകാരാണ്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. അതൊരു ചെറിയൊരു റോല് ചെയ്തൊരു സിനിമ. അപ്പോൾ ഈ കാര്യം എന്ത് പറയുക, ഞാനൊരു മകനാണ്. ഞാനൊരു 15 വയസ്സ് ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അന്നൊക്കെ മെമിക്രിക്ക് ഇഷ്ടംപോലെ കളിക്കുന്ന സമയം, ഒരു സീസണിൽ 100-300 പരിപാടി കളിക്കുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും തനിച്ചാണ്. വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുന്നുള്ളൂ. ഞാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കാര്യം അപ്പോൾ എൻ്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര കൂട്ടാണ്. ഇപ്പോഴും അവർ ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത്. രണ്ടുപേരും വേർപെട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഡിസംബർ 2-ാം തീയതി എൻ്റെ അമ്മ മരിച്ചു. പക്ഷെ അതിനുശേഷമുള്ള ഒറ്റപ്പെടില്ല. കാര്യം എൻ്റെ അപ്പൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. കാര്യം എനിക്കിപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖത്തൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെയാണ് എനിക്ക് ജയരാജേട്ടൻ്റെ ക്യാരക്ടർ. ജയരാജേട്ടൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെ കാണുമ്പോൾ ജയരാജേട്ടൻ്റെ ഓർമ്മ വരും. നിങ്ങളുടെ സിനിമ കാണുമ്പോൾ എന്തെങ്കിലും എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ആണ് മനസ്സിലാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് വീണ്ടും ഒരു കൂട്ടാകുമ്പോൾ അതായത് കൂടുതൽ നമുക്ക് സന്തോഷം തരും. അങ്ങനെ ഇപ്പോൾ കുറേ ഇമോഷണലായിട്ട് പോകുന്ന കുറേ സംഭവങ്ങളും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം തിയേറ്ററിൽ പോയി ഈ വലിയ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണ്ടി നോബിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അളിയ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനൊരു പടമുണ്ട്, നീ ഇത് PR വർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ നീ വേറെ പടത്തിൻ്റെ തിരക്കാണെന്നുണ്ടെങ്കിലും നീ ഇത് ചെയ്തില്ലെങ്കിൽ ദീപക് മഞ്ഞുമൽ ബോയ്സിൽ പറയുന്ന പോലെ അവൻ ഇതും ചെയ്യും. കാരണം ഇവന്റെ മുമ്പത്തെ സിനിമ കോലുമിട്ടായി എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചതാണ്. അവൻ പോസ്റ്റർ ഒട്ടിക്കാനും പോവും, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും പോവും, എല്ലാ ഇതിലും ചെയ്യുന്ന, കാരണം അവനോടൊപ്പം ഒരു സൗഹൃദമുണ്ട്. അപ്പൊ ആ സൗഹൃദം അവന്റെ ഒരു കൂട്ടായ്മ. അതുകൊണ്ടാണ് അവൻ പ്രൊഡ്യൂസർ എന്നുള്ള പേര് താഴെ വെച്ചേക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ നിരയിലിരിക്കുന്ന ഓരോരുത്തരും ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചത്. ഒപ്പം ഞാൻ പോലും ഈ സിനിമയിൽ എത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് തിരക്കുകളായിരുന്നു. എനിക്ക് എല്ലാം കൂടി ചാടി എടുത്തിട്ട് ഒരു PR എന്ത് ചെയ്യാനെന്ന് ഞാൻ മാറിയപ്പോ ചേട്ടാ എനിക്കൊന്ന് പേഴ്സണലി കാണണമെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് PR വർക്കിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സംവിധായകനാണ് അഭിജിത്ത്. അഭിജിത്തും കുറെ കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എന്റെ സിനിമ ഒന്ന് കാണും, ചേട്ടാ അതൊന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ രാത്രി 12:30 മണിക്ക്, അന്നത്തെ ദിവസം രാത്രി 12:30 മണിക്ക് ഈ സിനിമ കണ്ടിട്ട് വെളുപ്പാങ്കാലം 6 മണിക്ക് അഭിജിത്തിനെ വിളിച്ച് പറയുക, അഭിജിത്തെ പൈസ ഉണ്ടോ ഇല്ലേന്നല്ല, പൈസ കിട്ടുമോ ഇല്ലേന്നല്ല, ഈ സിനിമ നമ്മൾ ചെയ്യുന്നു. കാരണം
ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകനായി നിന്നുകൊണ്ട് PR ആയതുകൊണ്ട് ഞാൻ പറയാം, കണ്ടതുകൊണ്ട് ഫൈനൽ മിക്സിംഗ് അല്ല ഞാൻ കണ്ടത്, പക്ഷെ ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനങ്ങൾ. ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന വ്യക്തി പോലും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അദ്ദേഹം പോലും പ്രതിഫലം വേണ്ട അതിച്ഛിക്കാതെയാണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഗംഭീരമായിട്ടുള്ള മ്യൂസിക്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, അത്യുഗ്രമായ സിനിമയാണ്. ഇവരെല്ലാം സാധാരണ ഒരു സിനിമയ്ക്ക് പറയുന്ന പോലെ ചെറുത് 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 എന്ന് പറഞ്ഞാലും അതിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കിതൊരു പ്രസ് മീറ്റ് വിളിക്കണം എന്നുള്ളത്. അപ്പം വീണ്ടും അഭിച്ച് ചോദിച്ചു, ചേട്ടാ നമ്മുടെ സിനിമയ്ക്ക് പ്രസ് മീറ്റ് വേണം? ഞാൻ പറഞ്ഞു വേണം. കാരണം ഇത്രയും അംഗീകാരങ്ങൾ നേടിയ ഒരു സിനിമ ഇത് കണ്ടാൽ ആർക്കും ഒരു പ്രേക്ഷകനും ഇതിനെപ്പറ്റി ഒരു മോശം പറയാൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്ക് ഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇപ്പോഴും അഭിജിത്തിന്റെ കൂട്ടുകാരും ഈ സിനിമയോട് ചേർത്ത് വെച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പൊ ആ യാത്രയുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ മാറിയിട്ടുള്ളൂ. അപ്പൊ വീണ്ടും അഭിജിത്ത് ചോദിച്ചു, ചേട്ടാ നമ്മൾ വിളിച്ചാൽ മീഡിയക്കാർ വരൂ, ചേട്ടൻ അത് ഇത്രയും നമ്മൾ വിളിച്ചാൽ വരും? ഞാൻ പറഞ്ഞു, സിനിമയാണ് അവരുടെയും ജീവിതത്തിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. അവര് വരുമാന സ്രോതസ്സിന് അപ്പുറം നല്ല സിനിമയോടൊപ്പം നല്ല കലാകാരന്മാരോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നവരാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെ ഓരോ മീഡിയക്കാരും അവരുടെ ചങ്ക് വരച്ച് ഇവിടെ എത്തും എന്ന് പറയുന്നതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന കൂട്ടായ്മയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോദ്യങ്ങൾ നമ്മുടെ സംവിധായകനോടും ഒപ്പം താരങ്ങളോടും ചോദിക്കണമെന്ന് വിനയപുരസ്കരം അഭ്യർത്ഥിക്കുന്നു. ചേട്ടാ, 40 വർഷത്തെ ഈ ഇൻഡസ്ട്രിയിലുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്തു. പക്ഷെ നോട്ടബിളായിട്ട് 1-2 കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ നായക വിഷയത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു ചിത്രം വൈകിപ്പോയെന്ന് തോന്നുന്നു. വൈകിപ്പോയിട്ടില്ല, ഇതിനാണ് സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ് സമയം, തന്നെയാണ് സമയം. ലൈഫിലെ നല്ലൊരു പ്രായം ചെറിയ കഥാപാത്രങ്ങൾ നല്ലൊരു ഈ ഒരു പ്രായത്തിൽ നായകനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെ ചെറുതായി ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ നായക വേഷം ചെയ്യാൻ പറ്റിയത്. എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരു കല്ല് അടിച്ച് പൊട്ടിക്കുമ്പോൾ 10 പ്രാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിലും ഈ 10 അടിയും അത് പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനത്തെ അടിയിലല്ല അത് പൊട്ടുന്നത് എന്ന് പറയുന്ന കാര്യം. ഇത്രയും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തത് കൊണ്ടാണ് എന്നെ എനിക്ക് ആ വേഷം തരാൻ വരെ അതായത് അത് ചെയ്ത് പ്രതിഫലിക്കാൻ പറ്റിയതെന്നാണ് എനിക്കത് പറഞ്ഞത്. കുറച്ച് ഉറക്കം പറയും, കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ താങ്കളെപ്പോലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ ആരും ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയുള്ളവർ എന്ത് രീതിയിൽ ഫോളോ ചെയ്താലായിരിക്കും ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്? സീരിയസ്ലി ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് 2 തരത്തിലതിന് ഉത്തരം പറയാനുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ആളുകൾ വരുന്നത് ഒന്ന് പൈസ കണ്ടു വരുന്നവരുണ്ട്, ഫെയിം കണ്ടു വരുന്നവരുണ്ട്. ഞാൻ കോഴിമിഠായി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പൈസയും അങ്ങനത്തെ ഫെയിമും സംഭവമൊക്കെ എനിക്കത് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് സീരിയസ്ലി എനിക്ക് പറയുന്ന ഫെയിമും അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സംഭവം എന്നെ അതിശയിപ്പിക്കുന്നില്ല ഒരു പരിധി വരെ. നമുക്ക് ജീവിക്കാനായിട്ട് ഇന്നും കൂടെ പ്രതീക്ഷയിലെടുത്ത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പം പൂർണ്ണമായിട്ടും സിനിമ എനിക്ക് ഒരു കൃത്യമായിട്ടുള്ള പാഷനായി മാറിയിട്ടുണ്ട്. സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന സുഹൃത്തുക്കളുടെ കാര്യമല്ലേ ആക്ച്വലി ബ്രോ ചോദിച്ചത്. എൻ്റെ വഴിയെ വരാനായിട്ട് ഞാൻ ഒരിക്കലും അവരെടുത്ത് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല. കാരണം എനിക്ക് ഞാൻ ഞാൻ MBA കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ സംസാരിക്കും. അപ്പോൾ എൻ്റെ കൂടെ നോബിച്ചേട്ടൻ അല്ലെങ്കിൽ ജയനേട്ടൻ, മേഡം, ദീപക്, നന്ദൻ, ഇങ്ങനെ ഉള്ള ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരും ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൃത്യമായി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ സംഭവിച്ചത്. ഈ സിനിമ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ പറയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അവരൊറ്റയ്ക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരെ കൂടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കും ഈസി പോസിബിൾ. കാരണം നമ്മൾ E4 Entertainment CV സാരഥി എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി. ഞാനൊരു 7 വർഷം മുന്നേ പുള്ളിനെ കാണുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നമ്മളെന്ത് പറയും, ഒരുമിടെ ഇങ്ങനെ സമയത്ത് പുള്ളി പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ ചെയ്യാൻ നേരത്തെ സിനിമ ചെയ്യാൻ പൈസ അല്ല വേണ്ടത്. നമ്മുടെ ഒരു പേര്, ആ പേര്
ആ സിനിമ സംഭവിക്കുന്നത്. അപ്പൊ ഇന്ന് പ്രതീക്ഷേട്ടൻ പറഞ്ഞതും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പ്രതീക്ഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസം. അതേപോലെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണം. സിനിമ ചെയ്യാനായിട്ട് ഇപ്പം ഒരു വലിയ താരം അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് അങ്ങനെ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കഥ, നല്ലൊരു കഥ, അതിന് കൃത്യമായിട്ടുള്ള ആർട്ടിസ്റ്റിക്, ഞാൻ പറഞ്ഞ വലിയ ഹീറോയിൻ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാം. ഒരു ക്യാമറ, എന്ത് പെട്ട ക്യാമറ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാമറകളും വെച്ചിട്ട് ഇന്ന് സിനിമ പോസിബിൾ ആണ്. അപ്പൊ അത്രയും ഈസി ആയിട്ടുള്ള ഒരു മാധ്യമമായി ഇന്ന് സിനിമ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ജരേട്ടൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് മൂമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഒരു കഥയുണ്ട്, നമ്മുടെ ഒരു ക്യാമറയുണ്ട്, നമ്മുടെ ഒരു അഭിനയിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്യും, ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ഷോർട്ട് ഫിലിം ആക്കും, അല്ലെങ്കിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആക്കും, ഒരു 70 മിനിറ്റിന് മുകളിലുണ്ടെങ്കിൽ സെൻസർ ചെയ്ത് സിനിമയാക്കും. ഇതാർക്കും പോസിബിൾ ആണ്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ബാക്ക് ചെയ്യാനും കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ആ സൗഹൃദങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാര്യം, അല്ലാതെ അത് എൻ്റെ മിടുക്കല്ല. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നല്ലൊരു സിനിമയാണ്, പക്ഷേ ഇത്രയും ഫെസ്റ്റിവൽസിലൂടെ നല്ല അവാർഡ്സുകൾ കിട്ടി, പക്ഷേ ഇപ്പോഴും കുറച്ചുകൂടെ പറയാൻ തിയേറ്ററുകളിൽ കുറവാണ്. ശരിക്കും അത് ആസ് എ പ്രൊഡ്യൂസറിൻ്റെ കുറയ്ക്കിയ പൈസ തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കടമയുണ്ടല്ലോ, എങ്ങനെയാണ് ചെയ്യുന്നത്? സത്യം ഇപ്പം അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ജയരാജനാണെങ്കിലും മാമാണെങ്കിലും ഇവിടെ ആളുകൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ആളുകളല്ല, അറിയാം. പക്ഷെ ഒരു സിനിമ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് ഒരുപാട് ഓൾ കേരള ഫ്ലെക്സുകൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ചിത്രം എവിടെയെങ്കിലും കാണിച്ചുകൊണ്ടോ കുറേ റൈറ്റപ്സ് ഉണ്ടായത് കൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ ഒരിക്കലും തിയേറ്ററിൽ ഒരാൾ വരില്ല. കാരണം ഇത് കൃത്യമായി പറഞ്ഞാൽ, ഇതിന് കൃത്യമായ അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം തുടരുന്നു എന്ന സിനിമ മുന്നോട്ട് അതിനൊരു യാത്രയുള്ളൂ. നമ്മൾ എത്ര കണ്ട് പൈസ നമ്മൾ പമ്പ് ചെയ്താലും, അല്ലെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും, ഈ ഇങ്ങനൊരു സിനിമയുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക, ആ അറിയിക്കൽ കൊണ്ട് ഒരിക്കലും അത് തിയേറ്ററിൽ വന്ന് സിനിമ കാണില്ല. ഈ സിനിമ OTT വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് 100% 80% ആൾക്കാർ. അപ്പോൾ നമ്മൾ എത്ര നല്ല സിനിമ ഉണ്ടാക്കിയാലും, നമ്മൾ എത്ര കണ്ട് പൈസ പമ്പ് ചെയ്താലും ജനത്തിന് തോന്നുന്നു ഓക്കെ ഈ സിനിമ ഒന്ന് കാണണം. ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ കൊടുക്കാവുന്നത് മൗത്ത് പബ്ലിസിറ്റി. സിനിമയുടെ ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻസിൽ നിന്ന് തുടങ്ങുന്നതിൻ്റെ കാര്യം വേറൊന്നുകൊണ്ടല്ല, ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രയോൺസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണ്. കേരളത്തിലെ ഉള്ള ഏറ്റവും നല്ല സ്റ്റേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമുകൾ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങൾ തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ചാണ് സിനിമ കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത്. കാരണം ഇവരൊരാൾ തിയേറ്ററിൽ ഒന്ന് വന്ന് കിട്ടിയാൽ അവൻ ആ വരുത്തുന്ന ആളെ ഞാനൊരു വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പ്രണയം തുടരുന്നു കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ട് എന്നെ വിളിക്കും, നന്നായിട്ടുണ്ട് പടം എന്ന് പറയുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ കോൺഫിഡൻസിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുന്നതും അവരതിന് അഭിപ്രായം പറഞ്ഞതൊക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സിനിമ നല്ലതാണെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചോദിച്ചു ഞാൻ കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നന്നായി സിനിമ വന്നു, പക്ഷെ ഈ ആളുകൾ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, നിങ്ങൾ പോസ്റ്റർ ഇട്ടില്ല, അവിടെ മറ്റേ ഇത് ചെയ്തില്ല, ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു വർത്താനം ഇനി ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ടെൻഷൻ. അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ടെൻഷൻ ഒന്നുമില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് തന്നെ എൻ്റെ ടെൻഷൻ. ദൈവം, ഞാൻ ആവശ്യമില്ലാത്തൊരു പണിയെടുത്ത് തലേ വെച്ചോ എന്നുള്ള ടെൻഷൻ കൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊരു സിനിമ ആളുകൾ കണ്ടു തന്നെ അറിയേണ്ടത്. അതാണ് പ്രണയം തുടരുന്നു എന്ന് പറയുന്ന സിനിമയുടെ വിധി എന്ന് പറയുന്നത്. വിജയമാണെങ്കിൽ അത് ആളുകൾ വന്ന് കാണും, കണ്ടാൽ ഉറപ്പാണ്. എന്നെ തെറി പറഞ്ഞിട്ട് അകത്ത് കയറിയാലും പുറത്തോട്ട് ഇറങ്ങി വന്നതിനെ കെട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.